ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി സുഖമായി ഇരിക്കുന്നു അല്ലേ? ഞങ്ങളും അതേ ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യത്തിലോട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. എവിടേക്കാണെന്നല്ലേ, നമ്മൾ മൂകാംബികയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അരവിന്ദൻ്റെ അതിഥികൾ സിനിമ ഇറങ്ങിയപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ഇന്നാണ് ആ ആഗ്രഹം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയപാട് തന്നെ നമ്മൾ വണ്ടി നിർത്തി ഹോട്ടലിലേക്ക് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റിക്കുള്ള ഫുഡ് നമ്മൾ വരുന്ന വഴിയിലേക്ക് കൊടുത്തു. അവൾക്കുള്ള ഫുഡ് ഞാൻ എപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് പരമാവധി കയ്യിൽ പിടിക്കാറുണ്ട്. പുറത്തുള്ള ഫുഡൊന്നും അവൾക്ക് കൊടുക്കാറില്ല കേട്ടോ, കഴിക്കാറുമില്ല. അപ്പോൾ അവൾക്കുള്ള ഫുഡ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടാണ് കേട്ടോ ഇതിൽ കയറിയിരിക്കുന്നത്. അമ്പലത്തിലോട്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു വെജ് ബിരിയാണിയും കേർഡ് റൈസും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തിയിട്ടോ. ഫുഡ് ആവറേജ് ഫുഡായിരുന്നു, അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശപ്പ് കാരണം നമ്മളത് ഫുള്ളായി കഴിച്ചു കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിൻ്റെ അടുത്താണ് പോയത്. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ കാറ് സ്റ്റേഷനിൽ തന്നെ വെച്ചിട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാനിങ്. നമ്മൾ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ട്രെയിൻ കയറി രാത്രിയോടുകൂടി മൂകാംബിക എത്തി. പിറ്റേ ദിവസം തൊഴുതി ഈവനിങ് ആണ സമയത്ത് ഇറങ്ങി രാത്രി 1 മണിയാണ സമയത്ത് നമ്മൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വണ്ടി സ്റ്റേഷനിൽ തന്നെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ട് വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അതും കണ്ട് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കണ്ടതാ ഇരിക്കാനുള്ള സ്ഥലം കിട്ടി ലഗേജ് എല്ലാം വെച്ച് നമ്മളിതാ സെറ്റായിട്ട് ഇരിക്കുകയാണ്. എന്നും എവിടേക്കെങ്കിലും ട്രെയിനിൽ പോകുകയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ റെയിൽവേക്കാർ നമുക്ക് 8ൻ്റെ പണിയാണ് കേട്ടോ തരുന്നത്. ഇന്നും കിട്ടിയതാ 8ൻ്റെ പണി. വേറൊന്നുമല്ല, നമുക്ക് 4 മണിക്ക് ട്രെയിൻ വന്ന് 7 മണിക്ക് ഇതാ മൂകാംബികയിൽ എത്തേണ്ടതാണ്. എന്നപ്പം 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 6 മണി ആവാനായി, എന്നിട്ടും ട്രെയിൻ വന്നിട്ടില്ല. അതൊന്നും അറിയാതെ ഇതാ നിഷ്കളങ്ക മനസ്സിലെ ഇവക്കുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നീണ്ട 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ നമ്മൾ ട്രെയിൻ നിർത്തിയതാ പെട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ നമ്മളിതാ സീറ്റെല്ലാം തപ്പിപ്പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇരുന്നപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു തൊട്ടി തൂങ്ങുന്നത്. മാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടി കെട്ടലായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ കുഞ്ഞാറ്റ അന്താളിച്ച് നോക്കുകയാണ്. കുഞ്ഞാറ്റയും ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങാനും കരഞ്ഞു കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ഇതുപോലെ കെട്ടി നമുക്ക് ഉറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുള്ള ഇടയൊന്നും അവൾ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ കാര്യത്തിലൊക്കെ ഗുഡ് ഗേളാണ്. പൊതുവേ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുഞ്ഞാറ്റ ആ ട്രെയിനിൽ കയറിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ അത് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഗോവയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് തുരങ്കങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലത്തുള്ള തുരങ്കം കണ്ടിട്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ഇരുട്ടും ഒരുമാതിരി സൗണ്ടും ആയിരിക്കും കേട്ടോ അത് കാണുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടെ ഫുള്ളായിട്ട് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചായ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വന്നപ്പോൾ നമ്മളൊരു പഴംപൊരിയും ഉഴുന്നുവടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുരങ്ങന്മാരെ കണ്ടപ്പോൾ ഇവക്കുട്ടി കുരങ്ങന്മാർക്കും കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ. ഇപ്പോൾ 2 സ്റ്റേഷനിലായിട്ട് കണ്ടതാട്ടോ. അത് കാരണം തന്നെ വാങ്ങിച്ച് ചായക്കടി ഫുള്ളായിട്ട് കുരങ്ങന്മാർക്ക് കൊടുക്കലായിരുന്നു പണി. നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ആവറേജ് ടേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് കേട്ടോ നമ്മളും കുരങ്ങന്മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എന്താ ആ തൊട്ടിയിലുള്ള അവകാശി അതിൻ്റെ ഉള്ളിലോട്ട് കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവർക്ക് ആ കുട്ടിക്ക് അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അത് കാരണം അതിലിട്ടിട്ട് ആട്ടിയിട്ടാണ് കേട്ടോ ഉറക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറേ പുഴകളും അരുവികളും അങ്ങനെ കൂടുതലായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഗോവയിലോട്ട് പോകുന്ന വഴിക്കും തിരിച്ച് വരുന്ന വഴിക്കൊക്കെ. പൊതുവേ നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് രാത്രി കയറി രാവിലെ എത്തുന്നത് പോലെയാണ് കേട്ടോ പോകുക. അത് കാരണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അത്യാവശ്യം ചിലത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ 4 മണിക്കൂർ യാത്രയുള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ആ കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. ഇവക്കുട്ടിയോട് കൂടി കൂട്ടുകൂടുകയാണ് കേട്ടോ. ആക്ച്വലി ഇവർ മലയാളീസ് അല്ല, പക്ഷേ എന്നിരുന്നാലും അവർക്ക് മലയാളം അത്യാവശ്യം അറിയാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല ഒരു താത്ത, ആ താത്താൻ്റെ 2 മക്കളാണ് കേട്ടോ ഇപ്പോൾ അവിടെ ഉള്ളത്. അതിലത്തെ ചെറിയ കുട്ടിയാണ് കുഞ്ഞാറ്റൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താത്താക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കുട്ടി പോകുമ്പോഴേക്കും അടുത്ത കുട്ടി വന്ന് അങ്ങനെ ഭയങ്കര അലമ്പും ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിട്ടോ. നമ്മൾ ഇറങ്ങിയത് ബൈന്ദൂരിലാണ് കേട്ടോ. അപ്പോൾ ബൈന്ദൂരിൽ ഇറങ്ങിയതാ നമ്മൾ നടത്താൻ തുടങ്ങി. അങ്ങനെ നമ്മളിതാ 8 മണി 8:30 ആകുമ്പോഴാണ് കേട്ടോ എത്തിയത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 7 മണിയാകുമ്പോൾ എത്തേണ്ടതാണ്.
നമുക്ക് അവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം കടയിലൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഏട്ടൻ ഇവിടുന്ന് വണ്ടി ഉണ്ടോ, എത്ര മണിക്കാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇറങ്ങിയ സമയത്ത്. എല്ലാം മലയാളീസ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാം തൊഴുതിയിട്ട് തിരിച്ചു പോകേണ്ട രീതിക്ക് അവരെല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ എടുത്തൊരു യാത്ര തുടങ്ങി. ബൈന്ദൂരിൽ നിന്ന് മൂകാംബികയിലോട്ട് 600 രൂപയാണ് കേട്ടോ ഓട്ടോ ചാർജ് ഉണ്ടായിരുന്നത്. ടാക്സി ഉണ്ട്, നമ്മൾ ഓട്ടോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ബൈന്ദൂരിൽ നിന്ന് മൂകാംബികയിലോട്ട് പോണ സമയത്ത് ഫുൾ ഇരുട്ടും കാര്യങ്ങളായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ പേടി തോന്നും. അപ്പോൾ നമ്മളിതാ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ മൂകാംബിക എത്തിയിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. ഫുൾ മലയാളികളുടെ ഹോട്ടലാണ്, മലയാളത്തിലാണ് കൂടുതലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഫുള്ളായിട്ട് അവിടുത്തെ ആൾക്കാരും കടകളത്തെ ആൾക്കാരും ഹോട്ടലുകളത്തെ ആൾക്കാരെല്ലാവരും മലയാളം തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് കാരണം നമ്മൾക്ക് ഭാഷയുടെ കാര്യത്തിൽ അവിടെ പ്രശ്നമില്ല. നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങിയിട്ട് അപ്പം നമ്മൾ കയറിയ ഒരു ഹോട്ടൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് നടന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയ വഴിക്കാണ് ഏട്ടന് മുണ്ടില്ല എന്നറിഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു കട കണ്ടപ്പം മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണ് നമ്മൾ. അവിടെ പക്ഷെ മുണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ മുണ്ടെടുത്ത് ശീലമുള്ളത് കാരണം ഒരു മുണ്ട് വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇതാ ഒരു കണ്ണാടി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റായിട്ട് ഒരു പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടൻ അവിടെ മുണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മളിതാ റൂമിലോട്ട് പോയിട്ടോ. റൂമല്ലായിരുന്നു, അതൊരു വീടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം പറയണ്ട. നമ്മൾ സൺഡേ ആണ് അവിടെ പോയത്, അതായത് സാറ്റർഡേ വൈകുന്നേരം പോയത്, സൺഡേ തൊഴുതുന്ന പോലെ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ അവിടെ. എല്ലാ ഹോട്ടലുകളും എല്ലാ റൂംസും ഫില്ലായിരുന്നു. പിന്നെ നമ്മൾ അന്വേഷിച്ച് ഒരു മലയാളി വീടിൻ്റെ ഒരു റൂമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ വേറെ ഒരു റൂം അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമുക്കൊരു മലയാളി വീട്ടുകാരുടെ ഒരു മേലെ ഒരു വീടിൻ്റെ റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂം തന്നെയാണ്. അവരങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ, വാടകയ്ക്ക് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെയായി നമ്മൾ കുഞ്ഞാറ്റനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇതാ കുളിപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അവൾ അവിടെ ഇരുത്തി കേട്ടോ. എന്തെങ്കിലും ഒരു കയ്യിലൊരു സാധനം നമ്മുടെ മേക്കപ്പിൻ്റെ എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അവൾ ഇരിക്കും. ആ ഗ്യാപ്പിൽ ഇതാ ഞാനും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. മേക്കപ്പ് ഇല്ലാതെ നമ്മൾ എവിടേക്ക് ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും മൂകാംബികയ്ക്ക് വരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മാത്രം വരും കേട്ടോ. അപ്പോൾ സാറ്റർഡേ സൺഡേ വരാതിരിക്കുക. മിക്ക റൂമുകളും ഫില്ലായിരിക്കും. അതുപോലെ തന്നെ ഡബിൾ ചാർജ് ആയിരിക്കും കേട്ടോ കൊടുക്കേണ്ടത്. സാധാരണ അപ്പോൾ നമുക്ക് ഓട്ടോക്കാരൊക്കെ പറയുന്നത് സാധാരണ ഒരു 200-300 രൂപയ്ക്കൊക്കെ ഒരു നോർമൽ റൂം കിട്ടണമെങ്കിൽ അന്ന് 500-600 അല്ലെങ്കിൽ ഒരു 1000-ൽ താഴെയുള്ള റൂമായിരിക്കും കിട്ടുക. നമ്മൾക്കിടക്കിപ്പോൾ 1000 രൂപയ്ക്ക് റൂം കിട്ടേണ്ട അവിടെ നമുക്ക് 2000 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അന്ന് ആ റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ വേറെ റൂമൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ എല്ലാവരും റെഡിയായി അമ്പലത്തിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോഴെ തന്നെ ഒരു പൂജ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പൂജാ തട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചിട്ട് ക്യൂ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല വലിയ ക്യൂ തന്നെയായിരുന്നു കേട്ടോ. ഫ്രണ്ട് തൊട്ട് തുടങ്ങണ ക്യൂ ആണിത്. എന്നിരുന്നാലും കുഴപ്പമില്ല, നിൽക്കുന്നില്ല. ക്യൂ ഇങ്ങനെ റണ്ണിങ് ആയി പോയത് കാരണം അത്ര വലിയ ബോറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ആ ഫ്ലവറിൻ്റെ ആ തട്ട്. അപ്പോൾ നമ്മൾ ദേവിക്ക് അവിടെ ചാർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും അതുണ്ട്. ഒരു 100 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നു അത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൂവൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കുഞ്ഞാറ്റിക്ക് മാത്രം വെക്കാൻ അവർ ഓൾറെഡി ഉണ്ണിനെ കണ്ട സമയത്ത് അവർ കുറച്ച് പൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തലയിൽ വെച്ച് കൊടുത്തിട്ട് അവളെയും കൊണ്ട് നടക്കുകയാണ്. ഈ രാവിലെ നമ്മൾ ഒരു 3 മണി 4 മണി ആ ടൈമിൽ എണീറ്റതാണ് കേട്ടോ. കുഞ്ഞാറ്റ ഏതാണ്ട് ഒരു 4 മണി ടൈമിൽ എണീറ്റതാണ്. അത് കാരണം അവൾക്ക് ഭയങ്കര ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുവരയ്ക്ക് നടക്കണ ആ ക്യൂ നിൽക്കണ അതുവരയ്ക്ക് നമുക്ക് ഫോൺ അലൗഡ് ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിതാ അമ്പലത്തിലൊക്കെ കയറി തൊഴുതി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ഫോൺ ഓക്കെയാണ്. അപ്പം നമ്മളിതാ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ദേവീനെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ അവിടെ. മൈൻഡ് ശരിക്കും റിലാക്സ് ആയിട്ട് വേറെ ഒരു ചിന്തയില്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അവിടെ പോയി കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ. പിന്നെ നമ്മൾ മൂകാംബികയിലാണ്, കർണാടകയിലോട്ടാണ് പോയി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഫുൾ മലയാളീസ് ആയിരിക്കും അവിടെ ഉള്ള എല്ലാ ഭക്തരും, ഫുള്ളായിട്ട് മലയാളീസ് ആയിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ പൂജാരികളും കൗണ്ടറും കാര്യങ്ങളും എല്ലാവരും മലയാളത്തിലായിരിക്കും കേട്ടോ സംസാരിക്കുക. അവർ ചോദിക്കും കൂടിയില്ല, മലയാളത്തിൽ തന്നെയായിരിക്കും സംസാരിക്കുക. അങ്ങനെ
അപ്പോൾ ഇതാ അവിടെ ഒരു രഥം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നിന്നിട്ട് ഇതാ ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അമ്പലത്തിൻ്റെ നട ഫ്രണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അവിടെ പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൗണ്ടർ വഴി ചീട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ വേറെ കൗണ്ടർ വഴി പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പൂജകളും കാര്യങ്ങളുണ്ട്, അതായത് വഴിപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതും കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ വേറെ നമ്മൾ സ്ഥലത്ത് പോയി കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ലഡ്ഡും പായസവും ഉണ്ടോ നമ്മൾ പ്രസാദമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും വാങ്ങിച്ച് നമ്മുടെ പുറത്തിറങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ അമ്പലങ്ങൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തൊഴുതി ഇതായി കാണുന്നത് നമ്മൾ എഴുത്തിനിരുത്തില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ അന്ന് പോയ സമയത്ത് ഇതാ ഇങ്ങനെ എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2.5 വയസ്സിന് ശേഷമാണ് കുട്ടികളെ എഴുത്തിനിരുത്തുക. ഇപ്പോൾ ഇവർക്ക് 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് കാരണം അത് പറ്റില്ല. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് എഴുത്തിനിരുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ എഴുത്തിനിരുത്താണേ. അവിടെ 5 മണി തൊട്ടിട്ടാണ് കേട്ടോ ദർശനം ആരംഭിക്കുക. നമ്മൾ തലേന്ന് വന്നപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കൊക്കെ എണീറ്റ് കുളിച്ച് 5 മണിയാകുമ്പോഴേക്കും നമ്മൾ ദർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാതെ തന്നെ കാണാൻ പറ്റി. കാരണം അവിടെ നമ്മൾ തൊഴുതി ഇറങ്ങിയപ്പോൾ ഒരുപാട് തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു വഴിപാടാണ് കേട്ടോ. അവിടെ ഏറ്റവും എല്ലാവരും വന്ന് ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ. നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക, നെയ് വിളക്ക്. അതിനവിടെ ചീട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് റെസീറ്റ് കൊടുത്തു കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ അവരൊരു വിളക്ക് തരും, നെയ് വിളക്ക് തരും. അത് വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് ആഗ്രഹമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചിവിടെ വെച്ചാൽ അത് നടക്കുന്നതാണ് കേട്ടോ ഐതിഹ്യം. നമ്മളത് ചെയ്യാൻ നിന്നില്ല, നമുക്ക് അങ്ങനെ അറിയാത്ത കാരണം പിന്നീടാണ് അതറിഞ്ഞത്. അത് കാരണം അറിയാത്ത കാരണം നമ്മൾ ചെയ്യാൻ നിന്നില്ല, നോക്കി നമ്മൾ വന്നു. സത്യം പറഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. മനസ്സിന് എന്തോ ഒരു കുളിർമ നൽകുന്നത് പോലെയാണ് ഓരോ അമ്പലങ്ങളിലും, ഓരോ ചെറിയ ചെറിയ അമ്പലങ്ങളിലും കയറി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതിൽ തന്നെ ഓരോ അമ്പലങ്ങളിൽ നിന്നും അവർ പ്രസാദം തരും കേട്ടോ. എൻ്റെ നെറ്റി കണ്ടാൽ അറിയും, ഓരോ അമ്പലങ്ങളിലും ഓരോ പ്രസാദമായിട്ട് തന്ന് നമ്മൾ നെറ്റിയിൽ ചാത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുതി ഇരുന്ന സമയത്ത്. നമ്മളെല്ലാവരുടെയും ചുറ്റി നോക്കി ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് കണ്ടപ്പോഴത്തുള്ള രഥമാണ് അത്. അപ്പോൾ രഥത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റ് വന്നത് കാരണം ഇവക്കുട്ടിക്കും വിശക്കുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളിതാ ഹോട്ടലിലോട്ട് കയറിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ കയറിയ ഹോട്ടലിലല്ല, വേറെ ഹോട്ടലിലാണ് കയറിയത്. അവിടെ ആവറേജ് ഫുഡായിരുന്നു കേട്ടോ. ആ ഹോട്ടലിൽ കഴിച്ചപ്പോഴത്തുള്ള അത്ര ക്വാളിറ്റിയുള്ള ഭക്ഷണമായിരുന്നു എനിക്ക് തോന്നിയില്ല. അങ്ങനെയായിരുന്നു. നമ്മൾ മസാല ദോശയും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവക്കുട്ടിക്ക് ഇഡലിയാണ് വാങ്ങിച്ചു കൊടുത്തത്. അവൾ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അത്ര ഇഷ്ടമല്ലാത്ത കൊണ്ട് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയതാണ് കേട്ടോ. അവർക്കും അറിയോ എന്താണെന്നറിയില്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗണപതിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടി തൊഴുതിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ പോവാൻ കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിലോട്ട് നമ്മൾ വന്നിരിക്കണം. അതിൻ്റെ ഉള്ളിലോട്ട് ഫോൺ അലൗഡ് ഇല്ല. അപ്പോൾ ഇതുവരെയ്ക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും മൂകാംബികയ്ക്ക് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെയും കൂടെ വന്നിട്ട് വേണം കേട്ടോ പോവാനും. ആ അമ്പലം അറിയുന്ന ആൾക്കാർ അതിൻ്റെ തൊട്ടടുത്ത് ഒരു അരുവിയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവിടെ വന്ന് കുളിച്ചിട്ടാണ് കേട്ടോ ദേവീൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്നത്. നമ്മൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അത് അറിഞ്ഞത്. അപ്പം നമ്മൾ അവിടെ തൊഴുതി ഇറങ്ങി ഇവിടെ ഗണപതിൻ്റെ അമ്പലത്തിൽ വന്നിട്ട് കണ്ടില്ലേ, ഈ അരുവിയിൽ കാല് കഴുകിയിട്ട് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്ന് കാല് കഴുകണം, അതായത് നനഞ്ഞു പോകണം എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. തൊഴുതൽ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നടക്കേണ്ട ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ തൊഴുതി ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വരുന്നവരാണെങ്കിൽ അങ്ങനെ വരാം, ഇല്ല നടക്കാനുള്ള ദൂരമാണെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ നടന്നിട്ടാണ് വന്നത്. ഈ ബീച്ചുകൾ കണ്ട് ഇഷ്ടമുള്ളത് കാരണം ഇവക്കുട്ടി വെള്ളം കണ്ടപ്പോൾ ബീച്ചാണെന്നും പറഞ്ഞ് ഇറങ്ങണം പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ. ഒന്ന് കാല് നനപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറക്കിയതാട്ടോ. ഞാൻ അവളെ പിടിക്കുന്നത് ഇങ്ങനെ വേറൊന്നും കൊണ്ടല്ല, വിട്ട് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ അങ്ങനെ പോയി വെള്ളത്തിലിരിക്കും, അത് കാരണം ഒന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മരങ്ങളിൽ ഫുള്ളായിട്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഈ ഭാഗങ്ങളിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ട് കുരങ്ങന്മാരെ കാണാം. ഈ സിംഹവാലം കുരങ്ങ് ആ ടൈപ്പിൽപ്പെട്ട കുരങ്ങന്മാരിനെ കാണാം കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അവിടെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുളിക്കാൻ വരുന്നവർ തുണികളെല്ലാം ഇട്ടിട്ട്
പോകുന്നത് ഒഴികെ ബാക്കിയെല്ലാം അവിടെ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോയി റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അമ്പലത്തിൽ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ട് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആര് ചെന്നാലും അന്നദാനം ഉണ്ട്. എത്രയോ 12 മണി തൊട്ട് 2:30-3 മണി വരയ്ക്കും അന്നദാനം ഉണ്ട്. അപ്പോൾ ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ മിസ്സാക്കരുത്. നല്ല ഫുഡാണ് കേട്ടോ. ഒരു ചോറും ഒരു ഒഴിച്ചു കറിയും ഒരു ഉപ്പേരി പോലത്തെ, ഉപ്പേരിയല്ല, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു കറിയും കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പായസം ഉണ്ട്, ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു. ഇവക്കുട്ടി അതൊന്നും കഴിച്ചില്ല. അവൾക്ക് അതൊന്നും പൊതുവെ ഭക്ഷണം പറ്റില്ല. അതൊന്നും അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു കേട്ടോ. എനിക്കൊക്കെ അമ്പലത്തിലെ അന്നദാനം ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അതെല്ലാം കഴിച്ച് നമ്മളിതാ മെല്ലെ ഇറങ്ങി, കഴിച്ചവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് ഹാപ്പിയായി. തിരക്കില്ലാതെ ദേവിനെ കാണാൻ പറ്റിയതും ദേവിൻ്റെ അടുത്ത് ചെന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റിയതും എല്ലാം കൊണ്ട് എനിക്ക് ഹാപ്പിയായി. ഞാൻ ഒരുപാട് നാൾ കൊതിച്ചിരുന്ന കാര്യം നമുക്ക് നല്ല ഹാപ്പിയായി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോയി. നമുക്ക് വൈകുന്നേരത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താമസിച്ചിടത്ത് തന്നെ ഒരു ആൻറ്റി ഒരു ഓട്ടോ ഒക്കെ ഏർപ്പാടാക്കി തന്ന് നമ്മൾ ആ ഓട്ടോയിൽ കയറി തിരിച്ച് നമ്മൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമുക്ക് രാത്രിയാണ് ട്രെയിന്. പക്ഷേ നമുക്കവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. അവിടെ എത്ര 12 മണിക്കൂർ എങ്ങാണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളത് ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് അവർ വൈകുന്നേരം വരെ ഇരിക്കാൻ സമ്മതിച്ച് നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി നമ്മൾ ഇതാ സ്റ്റേഷനിലെത്തി. എന്നത്തെയും പോലെ തന്നെ ആചാരം തെറ്റിക്കാതെ ഇതാ നമുക്ക് റെയിൽവേ പണി തന്നിട്ടുണ്ട്. വീണ്ടും 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഇവക്കുട്ടി ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതൊന്നും അറിയാതെ അവൾ സൂപ്പറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞിതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇവിടെ 2 ഹോട്ടലെങ്ങാണ്ട് ഉള്ളത്. ഒന്ന് സ്റ്റേഷൻ്റെ അകത്തും ഒന്ന് സ്റ്റേഷൻ്റെ പുറത്തായിട്ടുള്ളൊരു ഹോട്ടലാണ് ഉള്ളത്. സ്റ്റേഷനിൻ്റെ അകത്തായിട്ടുള്ള ഹോട്ടൽ 8 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. അതടച്ചു. ഇത് എത്ര 11-12 മണി വരെ ഉണ്ട്. അപ്പം നമ്മൾ കയറി നോക്കുമ്പോൾ ഒരു ഈച്ചി ആട്ടിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലാണ്. പക്ഷേ ഫുഡ് ബേസ് കൊള്ളാം, ഓക്കെയാണ് കേട്ടോ. പക്ഷേ അതിലധികം ആരും വരുന്നില്ല. ഹോട്ടൽ വിത്ത് ബാറായതുകൊണ്ട് ബാറിലോട്ടാണ് കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നത്. ഹോട്ടൽ, അതായത് ഫാമിലിയോടെ കഴിക്കാൻ ആരും ഞങ്ങളെ കണ്ടില്ല. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡ് പറഞ്ഞു കേട്ടോ. ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയും ഏട്ടൻ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഫുഡ് വരുന്നതിന് മുമ്പൊക്കെ വീഡിയോ എടുക്കും കേട്ടോ. ഫുഡ് വന്നു കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഫുഡിനോടുള്ള ആക്രോധം കൊണ്ടായിരിക്കും തോന്നുന്നു. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ സംഭവിക്കുക. ഇപ്പോഴും അതിനെ ഫുഡ് കഴിച്ച് ഏതാണ്ട് പാതി ആയപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പൊറോട്ടയും ബിരിയാണിയും വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ച ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിൽ കഴിച്ച് നമ്മളിതാ സ്റ്റേഷനിലോട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ സ്റ്റേഷനിലെത്തി. ഇവക്കുട്ടിനെ ഉറക്കിയിട്ട് ഒരു പൊസിഷനിലേക്ക് കിടത്തുകയാണ് കേട്ടോ. അവൾ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. പുറത്തൊക്കെ ആയതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കാരണം അവൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഉറക്കി വല്ല പക്ഷക്കാരിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഏതാണ്ട് ഒരു 11 മണിയൊക്കെ ആയ സമയത്ത് നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഉറക്കക്ഷീണമുള്ളത് കാരണം നമ്മൾ കയറിയ പാടെ ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മളിതാ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ സ്റ്റേഷനിലെത്തി. വണ്ടി എടുത്തിട്ട് നമ്മളിതാ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഉറക്കക്ഷീണവും നമ്മൾ നിർത്തി വണ്ടി ഓടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുട്ടിയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരുന്നു. അത് കാരണം നിർത്തിയൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. മൂകാംബിയിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ബെല്ലൈക്കണം കൂടി അമർത്തണം. എന്നാലേ നമ്മുടെ പുതിയതായിട്ടിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബായ്.